രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി പി.വി. അൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത്. നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാടാണ്. ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ, അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം ഉരിയും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയുന്ന പി.വി. അൻവർ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എറണാകുളമാണ്. എറണാകുളത്ത് അൻവർ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നൊന്നും അൻവർ കരുതണ്ട. അങ്ങനെ ചെയ്യാനും എറണാകുളത്തേക്ക് അൻവർ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നാൽ അൻവർ മുട്ടിലെഴിഞ്ഞു പോകേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്കെതിരായി, അതുപോലെ തന്നെ ADGPക്കെതിരായി നിരവധി ആരോപണങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നുണ്ട്. അൻവർ മാഫിയാണെന്നും ADGP മാഫിയാണെന്നും പരസ്പരമുള്ള ആരോപണങ്ങളുണ്ട്. ഈ ഏറ്റവും വലിയ മാഫിയയാണ് കേരളം ഭരിക്കുന്നത്. ഈ മാഫിയകൾക്കിടക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളും നീചമായ പ്രവർത്തനങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഇടമാക്കി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ മാറ്റരുതെന്ന് വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് അൻവറിൻ്റെ വീഡിയോയിൽ അൻവർ പറയുന്നത് അൻവറിൻ്റെ വാപ്പയും അൻവറിൻ്റെ വല്യപ്പയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളും കോൺഗ്രസ്സുകാരുമായിരുന്ന അൻവറിന് ആ പാരമ്പര്യമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ അൻവർ RSSകാർക്ക് വിടുപണി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് ഇന്ന് ഇതുപോലെ നിയമസഭയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തെ കളിയാക്കുകയും ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അൻവറിന് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ പാരമ്പര്യത്തിൻ്റെ പകിട്ട് കൊള്ളുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിൽ വിഹരിക്കുന്ന ആളുകളാണ് അൻവർ എന്നുണ്ടെങ്കിൽ അൻവറിന് ഈ RSSനോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പിണറായി വിജയനെ ഇട്ടെറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്താലോ കോൺഗ്രസിനൊപ്പം നിന്ന്. അപ്പോൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അൻവർ രാജിവെച്ച് പോരുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് വേണ്ടത്. അതിനപ്പുറത്ത് RSSനോടൊപ്പം നിന്ന് RSSന് വേണ്ടി കേരളത്തിൽ MP-മാരെയും MLA-മാരെയും സൃഷ്ടിക്കാൻ നിൽക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള, MP ഗോവിന്ദനെ പോലെയുള്ള CPM, ഇന്നത്തെ ജീർണിച്ച CPM നേതാക്കന്മാരോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത് എന്നുകൂടി അൻവറിനെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അൻവറിൻ്റെ കാരണവന്മാർ അവരെല്ലാവരും ആനപ്പുറത്ത് കയറിയവരാണെന്ന് കരുതി അൻവറിൻ്റെ ചന്തയിൽ തഴമ്പൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് അൻവർ കരുതണ്ട. RSSും സംഘപരിവാറുമായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്കാണ് കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ CPM ഇന്ന് അവരെ സഹായിക്കുന്ന നിലപാടുകളാണ്. അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരം കലക്കി MP-മാരെ സൃഷ്ടിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ADGP അജിത് കുമാർ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അതിനെല്ലാം എതിരായി സംസാരിക്കാതെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, അൻവറിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ മെക്കിട്ട് കയറാനോ, അല്ലെങ്കിൽ ജയശങ്കറിനെ മുണ്ട് പറിക്കാനോ, ജയശങ്കറിൻ്റെ തലയിൽ മലിനവെള്ളം ഒഴിക്കാനോ അതിനൊന്നും അൻവർ തയ്യാറാകണ്ട. അതൊക്കെ അൻവർ നാട്ടിൽ വച്ചാൽ മതി, അൻവർ വീട്ടിൽ വച്ചാൽ മതി. ആ ബക്കറ്റിലെ ആ മാലിന്യവെള്ളമൊക്കെ വീട്ടിലെ ആളുകളുടെ തലയിൽ ഒഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്വയം എടുത്ത് തലയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അൻവറിനിപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തോക്കിന് ലൈസൻസ് വാങ്ങാം, അൻവറിൻ്റെ പ്രൊട്ടക്ഷന് ആളുകളെ വയ്ക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ പ്രൊട്ടക്ഷൻ ആളുകളെ വച്ചും തോക്ക് കൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. എറണാകുളത്ത് ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു 4-5 പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു.